ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ മുന്നത്തെ പോലെ ഇല്ല, അത് കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. കുറേ പേര് നമ്മുടെ കംപ്ലയിൻസ് പറയാറുണ്ട്. അതായത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സൈനുകളിൽ പലതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തോ എനിക്ക് ഈ ഒരു രീതിയിൽ എന്നോട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്നോട് ഇഷ്ടമല്ലാത്തതാണോ, ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. സോ അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ നിങ്ങളെ മടുത്ത് തുടങ്ങി, ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു തുടങ്ങി എന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. പലർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ട് പോലും, അതായത് ഇതാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അല്ല ഇതൊക്കെ എൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ മണ്ടന്മാരോ മണ്ടികളോ ആവുകയാണ് ചെയ്യണത്. സോ നിങ്ങളത് മനസ്സിലാക്കുക. അവർക്ക് നിങ്ങളോട് താല്പര്യം ഇല്ലെങ്കിൽ, നിങ്ങളോട് അട്രാക്ഷൻ ഇല്ലെങ്കിൽ, പഴയതുപോലെ അല്ല, കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയാം. അത് നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, മുമ്പത്തെ പോലെ ഒരു ടെക്സ്റ്റും കോളും കാര്യങ്ങളൊന്നും നിങ്ങളോട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് മുമ്പെയൊക്കെ വിളിക്കുമ്പോൾ സംസാരിക്കുന്ന ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിരിക്കാം. പിന്നീട് അങ്ങോട്ട് അത് കുറഞ്ഞു പോവുക. അപ്പോൾ പലരും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എന്ന് പറയും, തിരക്ക് കൊണ്ട് അങ്ങനെ ആയിക്കൂടെ എന്നുള്ളതാണ്. ഒരാൾക്ക് തിരക്ക് ഉണ്ടാവാം, അത് 1 ദിവസം 2 ദിവസം 3 ദിവസം ഒക്കെ തിരക്കുണ്ടാവാം. പക്ഷെ കുറേ നാളുകളായിട്ട് ഈ ഒരേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഈ ഒരു 1 മണിക്കൂർ എന്നുള്ളത് 10 മിനിറ്റിലേക്കും 5 മിനിറ്റിലേക്കും ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്ര വലിയ തിരക്കാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അത്രയും വലിയ തിരക്കുകളൊക്കെ അവർക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളത്. ഇനി അഥവാ 10 മിനിറ്റിലേക്കും 5 മിനിറ്റിലേക്കും ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇടയിലുള്ള സമയങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് ആ ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഇവർക്ക് ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ അവർക്ക് നിങ്ങളെ കോൾ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളെ കോൾ ചെയ്യാവുന്നതോ മെസ്സേജ് അയക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കോളും മെസ്സേജൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല തെളിവല്ലേ നമ്മളോട് അവർക്കുള്ള ഇഷ്ടം കുറഞ്ഞു എന്നുള്ളതിൻ്റെ. അതിനേക്കാൾ വലിയ തെളിവ് വേണമെന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അവർ വലിയ രീതിയിലുള്ള തിരക്കൊന്നും ഇല്ലാത്ത പേഴ്സൺ ആണെങ്കിൽ, അതല്ല മുന്നത്തെ പോലെയല്ല, നല്ല രീതിയിൽ ഇപ്പോൾ തിരക്ക് കൂടിയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് ഇഷ്ടം കുറഞ്ഞു എന്നുള്ളതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതും ഈ സെയിം കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കോൺവെർസേഷനിൽ ഇൻട്രസ്റ്റ് കുറയുക എന്നുള്ളത്. സംസാരിക്കാനുള്ള താല്പര്യം കുറവാണ്. ചിലപ്പോൾ മുന്നൊക്കെ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ആ ഒരു ദിവസത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലേ, എല്ലാം പറയുന്നുണ്ടാവും. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പിന്നെന്താ, ഈ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും കേട്ടോ. എന്താ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. പക്ഷെ അവരുടെ സംസാരം എന്ന് പറയുന്നത് നീണ്ടിരിക്കും. അതായത് കുറേ സമയത്തോളം അവർ സംസാരിക്കും. അപ്പോൾ കുറേ സമയം കഴിയുമ്പോഴും കട്ട് ചെയ്യാതെ വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് പിന്നെന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതെ ജസ്റ്റ് ഒരു 10 മിനിറ്റിലോ 5 മിനിറ്റിലോ അവസാനിക്കുന്ന ഒരു കോളാണ് എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെന്താ എന്ന ചോദ്യം വലിയ രീതിയിൽ നമുക്ക് കേൾക്കേണ്ടി വരില്ല. ശരിക്കും ആത്മാർത്ഥമായി സംസാരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളത് കേട്ടുകൊണ്ടേയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് ശരി വെച്ചോ എന്ന് പറയും. അപ്പോൾ അവർക്ക് സമാധാനം ഈ ഒരു കോൾ വെക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കോൺവെർസേഷനിൽ താല്പര്യം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള താല്പര്യക്കുറവിൻ്റെ ലക്ഷണം തന്നെയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇൻറ്റിമസി അവർ വളരെയധികം അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് റിലേഷൻഷിപ്പ് ആയാലും ബിഫോർ മാരേജ്, അതല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഫിസിക്കൽ ഇൻറ്റിമസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും അത് ഉണ്ടാവും. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രണയിക്കുന്ന ഒരാളോട് നമുക്ക് എന്തായാലും റൊമാൻസ് തോന്നില്ലേ, ആ റൊമാൻറ്റിക് ഫീൽ നമുക്ക് വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ടച്ച് ചെയ്യലുണ്ടായിരിക്കും, ഹഗ് ചെയ്യലുണ്ടാവും, കിസ് ചെയ്യലുണ്ടാവും. ഇതൊക്കെ എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലും, പ്രണയിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അത് ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ സ്റ്റാർട്ടിങ് മുതലേ അങ്ങനെയൊന്നും ഇല്ല. ആൾക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് ചിലപ്പോൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ കൈ പോലും കോർത്ത് പിടിക്കാറുണ്ടാവില്ല. അങ്ങനെ മടിയുള്ളവരൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ തന്നെയാണ്. ഇഷ്ടക്കുറവല്ല, പക്ഷേ ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതലേ ആൾ അങ്ങനെ തന്നെയാണ് എന്നാണെങ്കിൽ ഓക്കെയാണ്.
എന്നാൽ അങ്ങനെയൊന്നല്ല, സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ വളരെ ഓവർ റൊമാൻറ്റിക് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിൽ തന്നെ ഉണ്ട് അതൊരു കുറവാണ്, അല്ലെങ്കിൽ ഇപ്പം മാറിയിരിക്കുന്നു എന്നുള്ളത്. ആ മാറ്റത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയേ പറ്റൂ. ഒന്നില്ലെങ്കിൽ അത് നിങ്ങളോടുള്ള താല്പര്യക്കുറവ് തന്നെ ആയിരിക്കും, ഒന്നില്ലെങ്കിലല്ല അത് തന്നെ ആവാം കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫിസിക്കൽ ഇന്റിമസിയുടെ കുറവും അവിടെ കാണുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സ്ക്യൂസുകൾ ഒരുപാട് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള സമയമൊക്കെ ആള് പിന്തിരിപ്പിക്കുക, അതല്ലെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് എക്സ്ക്യൂസുകൾ ആൾ കണ്ടുപിടിക്കും. ഇപ്പൊ എന്ത് പറയുകയാണെന്നുണ്ടെങ്കിലും, അയ്യോ എനിക്ക് തിരക്കുണ്ട് കേട്ടോ, എനിക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാലും എനിക്ക് കുറേ വർക്കുകൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വയ്യ, ഭയങ്കര തലവേദനയാണ്, വർക്ക് പ്രഷർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നത് മാക്സിമം ആൾ അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും എങ്ങനെയാണെന്നറിയോ, നമ്മൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അനുഭവം ഉണ്ട്, അതുപോലെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതിയും ആ ഒരു വിഷമം കുറയും എന്നുള്ളതാണ്. വിഷമം മീൻസ് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിലും അതങ്ങോട്ട് കുറഞ്ഞു കിട്ടും. എന്തിനും നമുക്ക് അത്രയും വയ്യാതിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക, ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാർട്ട്ണറോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. പിന്നെ നമുക്ക് ആ സംസാരിക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു അസുഖമൊക്കെ എങ്ങോട്ട് പോയെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുക. ജെന്യുവൻ ആയിട്ട് സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ അങ്ങനെ ഉണ്ടാവുക. അതായത് സംസാരിക്കണം എന്ന് വിചാരിക്കും, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വർക്ക് പ്രഷർ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് സംസാരിക്കണം എന്ന് വിചാരിക്കും. ബിക്കോസ് ആ ടൈമിൽ നമ്മൾ ഭയങ്കര കൂളാവും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ സംസാരിക്കാനുള്ള ടൈം പോലും ആൾ അവോയ്ഡ് ചെയ്യാണ്. ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ അവരുടെ പാർട്ട്ണർ ആയിരിക്കാം, പക്ഷെ അവർക്കിപ്പം ആ ഒരു പാർട്ട്ണർഷിപ്പിൽ താല്പര്യമില്ല. അതായത് നിങ്ങളെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലൊന്നും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനത് പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. പക്ഷെ അക്സെപ്റ്റ് ചെയ്യുക, അത് തന്നെയായിരിക്കും സത്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ സംശയമൊന്നുമില്ല, നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മേ ബി അതിൻ്റെ കാരണങ്ങൾ പലതും ആയിരിക്കാം. അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് അവർ ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ പുറകിലൊരു റീസൺ ഉണ്ടാവും. മേ ബി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായിരിക്കാം, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് അവർ നിങ്ങളുമായിട്ട് ഓക്കെ ആവില്ല എന്നുള്ളതും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. അതായത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കുറ്റബോധം കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് യോജിച്ചൊരു പേഴ്സൺ അല്ല അവർ, അങ്ങനെയൊക്കെ മേ ബി തോന്നാം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളോട് അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ബോധ്യമായെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പം അതിനുവേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ബെറ്റർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതല്ലാതെ ഇതിൽ കൂടുതൽ കുറേ വിഷയങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും ബിസി ആണെന്ന് പറയുന്നതും, ഒരുപാട് കമ്പയർ ചെയ്യുന്നതും, അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ദേഷ്യം വരുന്നതും, അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ആർഗ്യുമെന്റ്സ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം, അതും നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സൈക്കോളജിക്കൽ വീഡിയോസ് ഒക്കെയാണ്. സോ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്